രാഹുൽ മങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18. ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാൻ. തലയും വാലുമില്ലാത്ത ചാറ്റുകളെന്നും പെൺകുട്ടി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പോൾ എന്നെ സക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. കേസിൽ രാഹുലിന് നിർണായകം. ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വാദം കേൾക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF നിയമിച്ച ദേവസ്വം ബോർഡിന് കുരുക്ക് മുറുകുന്നു. 2017 വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ച്. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്നു കാട്ടി 2012 ഇറക്കിയ ഉത്തരവ് ലംഘിച്ചു. കൈമാറിയത് കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കെ. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്ത്. ജി സുധാകരനും തോമസ് ഐസക്കും EP ജയരാജനും മത്സരിക്കണമെന്ന് CPM. KK ശൈലജയും മത്സരിച്ചേക്കും. ടേം വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുന്നു. സോളാർ പ്രതി ബിജു രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലും CSR ഫണ്ടിന്റെ പേരിൽ കോടികൾ തട്ടി. നിർണായക വിവരങ്ങൾ ന്യൂസ് 18. കോയമ്പത്തൂരിലും മധുരയിലും പുതുച്ചേരിയിലും സമ്മിറ്റുകൾ സംഘടിപ്പിച്ചു. പണം നഷ്ടമായവരിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്ക പാർക്ക്. കോഴിക്കോടും കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കേരളത്തിന്റെ കുംഭമേളയ്ക്ക് നിളയുടെ തീരമൊരുങ്ങുന്നു. മാഘമഹോത്സവത്തിന് തിരുനാവായയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. 18 മുതൽ ഫെബ്രുവരി 3 വരെ വിശ്വാസികളുടെ പ്രവാഹം. ബ്രഹൻ മുംബൈ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യത്തിന് വൻ മുന്നേറ്റം. കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്നു യഥാർത്ഥ ശിവസേന തങ്ങളെന്ന് ഏക്നാഥ് ഷിൻഡെ.